ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ബർത്ത്ഡേ കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിയുമെങ്കിൽ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്. ഇനി ഇത് ഇതുപോലെ തരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം ഇങ്ങനെ തരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പൊടികളെല്ലാം തരിച്ചെടുത്ത് കഴിഞ്ഞു. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യണം. അത് ഞാൻ 4 എഗ്ഗാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കണം. അതിന് ഒന്നിച്ച് ഇടാൻ പാടില്ല. ബീറ്റ് ചെയ്യുമ്പോൾ പകുതിയായിട്ട് ഷുഗർ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരത്തെ മാറ്റി വെച്ച പൊടികളെല്ലാം ഈ എഗ്ഗ് ബീറ്റ് ചെയ്തതിൽ കുറേശ്ശെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ഇടാൻ പാടില്ല. ഇപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ കൊട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ കേക്ക് അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റാർ വിപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കേക്ക് റെഡി ആയോ നോക്കാം. കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ലെയർ ആക്കണം. ഞാനിവിടെ 3 ലെയറാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ടേൺ ടേബിൾ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ താഴെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രീം ആക്കിയിട്ടാണ് ലെയർ അയിമിൽ വെക്കുന്നത്. അപ്പോൾ ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. ഷുഗർ സിറപ്പ് കേക്കിൻ്റെ എല്ലാ വശത്തും നല്ലോണം ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇങ്ങനെ അതിലേക്ക് പുരട്ടി കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയറും കൂടി വെച്ച് കൊടുക്കാം. അതിലും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. അതിൻ്റെ മുകളിലും വിപ്പിംഗ് ക്രീം ഇങ്ങനെ പുരട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ലെയറും കൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. ഇനി ക്രീം എല്ലാ വശത്തും പുരട്ടി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നെയ്മ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രം ഇങ്ങനെ നടുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഡാർക്ക് ചോക്ലേറ്റ് ഇങ്ങനെ പൊടിച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കിയിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടാണ് ഇവിടെ നെയിം എഴുതിയത്. അലങ്കാരത്തിന് വേണ്ടി കുറച്ച് ചെറീസും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബർത്ത്ഡേ സ്റ്റിക്കും കൂടി വെച്ചിട്ടുണ്ട്.